ടിക്കറ്റ് എങ്ങോട്ടാണ്? ആലുവയ്ക്കാണ്. നിങ്ങളുടെ പേര് എനിക്ക് ഓർമ്മയുണ്ട്, മഹേഷ്. ഞങ്ങൾ ചുമ്മാ രണ്ടെണ്ണം വീശി വരായിരുന്നു സാറേ. ഒരു അൽഫാം വാങ്ങിച്ചു കൊടുത്ത മീഡിയയിൽ ഇന്നത്തെ ലീഡ് ന്യൂസാണ്. അതായത് ഇലക്ഷൻ ക്യാമ്പയിൻ തീരുന്നതിന്റെ ഭാഗമായി CM നാളെ തൃശ്ശൂർ വരുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് സന്തോഷാന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണല്ലോ അല്ലേ? നിങ്ങൾ കാര്യം ഞങ്ങൾ പറക്കെ ഉണ്ടേ. നിന്നെ കയറി വരാൻ പറ്റുമോ? അയ്യോ പറ്റുമെന്ന് തോന്നില്ല. ആ കാര്യത്തിന് വന്നേട്ടാ. അതൊന്നും നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റില്ലേ. നേരെ കാണുന്ന മതി. അവിടെ ആരാണോ ഈ ജോയി താക്കോൽക്കാരൻ? ഞാനാ സാറേ. എന്നിട്ട് നീ ആണാണോ പെണ്ണാണെന്നൊരു സംശയം നാട്ടുകാർക്കുണ്ട്. അതിന് തീർത്തിട്ടല്ല കാര്യം. കോടതി, പോലീസ്, പാർട്ടി. നിനക്ക് പോലീസ് ജീപ്പിന്റെ നമ്പർ വരെ കാണാൻ പാടാണല്ലോ ജേഷണ. നമ്മുടെ തിരുവനന്തപുരത്ത് തേരാപ്പാൻ നടക്കുന്ന കുറെ മാലിക്കാരില്ലേ, അവരാരെങ്കിലും ആയാലും മതി. നമസ്കാരം. ലെമൺ മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് ശ്രീ നൌഷാദ് ഷാഹുലിനെയാണ്. മുഖവുരയുടെ ആവശ്യമില്ല. ഒരുപാട് സിനിമകളിലൂടെ, അഭിനയ മികവിലൂടെ, സിനിമയുടെ അണിയറ പ്രവർത്തനത്തിലൂടെ നമുക്കെല്ലാവർക്കും ചിരപരിചിതനായ 2 പതിറ്റാണ്ട് കാലത്തിലേറെയായി മലയാള സിനിമയിലെ സാന്നിധ്യമായ ശ്രീ നൌഷാദ് ഷാഹുൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരള ക്രൈംസ് ഫയൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചർച്ചകൾ നടക്കുന്ന സമയമാണ്. ആ വെബ് സീരീസിലെ ഒരു പ്രധാന കഥാപാത്രത്തെ മിഥിരാജിനെ അവതരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുന്ന ശ്രീ നൌഷാദ് ഷാഹുലാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. പുള്ളി അത് എന്നോട് സംസാരിക്കുമോ, കുറച്ച് നേരമെങ്കിലും എന്നോട് സംസാരിക്കുമോ എന്നാണ് ഞാൻ ആലോചിച്ചത്. മമ്മൂക്കയുടെ നേരെ കത്തി വീശുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഷോട്ട് ഉണ്ട് അതിനകത്ത്. ആ ഷോട്ട് കഴിഞ്ഞപ്പോൾ ഷെട്ടി സാറിൻ്റെ അടുത്ത് വന്ന് തോളിൽ കൈയിട്ടിട്ട് എൻ്റെ അടുത്ത് വളരെ സീക്രട്ടായിട്ട് ചോദിച്ചു. പുള്ളിക്ക് അത്യാവശ്യം നന്നായിട്ട് മലയാളം അറിയാം. ഷെട്ടി സാറിന്, രാജ്ബി ഷെട്ടിക്ക് പേടിയുണ്ടായിരുന്നു വെച്ചു. നമുക്ക് എല്ലാവരെയും വളരെ ഭംഗിയായിട്ട് ഒബ്സർവ് ചെയ്യുകയും കൃത്യമായ, എനിക്ക് തോന്നുന്നു 99.9% പുള്ളിയുടെ ജഡ്ജ്മെൻറ്റും കറക്റ്റാണ്. അമ്പിളി രാജു എന്ന് പറയുന്ന ക്യാരക്ടർ അത് ഇനി മലയാളികളുടെ മനസ്സിൽ എന്നും ഉണ്ടാവും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എൻ്റെ ഒരു സ്വകാര്യമായൊരു സന്തോഷമെന്നോ അഹങ്കാരമെന്നോ പറയാവുന്നത്, ഇന്ദ്രൻ ചേട്ടൻ ലൊക്കേഷനിലല്ല നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അതാണ് ഇന്ദ്രൻ ചേട്ടൻ്റെ ആക്ടിങ്ങിലെ ഒരു മാജിക് ഉള്ള ഒരാളാണ്. ഇത്രയും വർഷം നീണ്ട സിനിമാ ജീവിതം, അഭിനയ മേഖലയിലേക്ക് വന്നത്, അതിനു മുൻപുള്ള ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ, ഒപ്പം സിനിമയുടെ പിന്നാമ്പുറത്ത് ഈ അണിയറ പ്രവർത്തനം നടക്കുമ്പോഴുള്ള അനുഭവങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. സ്വാഗതം ശ്രീ നൌഷാദ് ഷാഹുൽ. ഇപ്പോൾ ഒരു നീണ്ട ആമുഖം പറഞ്ഞത് നമ്മളിപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ക്ഷീണം കഴിഞ്ഞ് നിൽക്കുന്നേ ഉള്ളൂ. രാഷ്ട്രീയ കേരളം, അവിടെ ആര്യടൻ ഷൗക്കത്ത് എന്ന പേര് പറയുമ്പോൾ പാഠം ഒന്നൊരു വിലാപം, വിലാപങ്ങൾക്കപ്പുറം എന്ന 2 സിനിമകൾ, അദ്ദേഹത്തിന്റെ തിരക്കഥയും TV ചന്ദ്രൻ നമുക്ക് സമ്മാനിച്ച ഒരു വലിയൊരു സാധ്യതകളാണ്. സിനിമയിൽ തന്നെ ഒരു വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട സാധ്യതകൾ, പുരോഗമനപരമായ ആശയം. അതിൽ 2003-ലും 2008-ലും ഒരു കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടാണ് ഈ സിനിമാ മേഖലയിലേക്ക് വന്നത്. നിലമ്പൂർ കഴിഞ്ഞതുകൊണ്ടാണ് ആ വിഷയത്തിലോട്ട് ആദ്യം വന്നത്. ഈ 2003-ൽ സിനിമാ മേഖലയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? സിനിമ ആണ് പണ്ട് മുതലുള്ള ആഗ്രഹം. സിനിമയിലേക്കുള്ള വഴി എന്ന രീതിയിൽ അന്ന് നമുക്ക് സിനിമയിൽ നേരിട്ടൊരു ബന്ധമില്ലാത്തത് കൊണ്ട് സിനിമയിലേക്കുള്ള വഴി എന്ന രീതിയിൽ ചാനലിലേക്കാണ് ആദ്യം വർക്ക് ചെയ്യുന്നത്. ആദ്യം NTV എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്ഷൻ ഹൗസിലെ, അത് തന്നെ കേരളത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു സ്ഥാപനം. അതെ, NTVയിൽ വർക്ക് ചെയ്തെന്നുള്ളത് അത് മഹാഭാഗ്യമാണ്. അവിടുന്ന് നേരെ ഏഷ്യാനെറ്റിൽ പോയി. ഏഷ്യാനെറ്റിൽ ഒരു 2 വർഷം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ സിനിമയിലേക്ക് അഭിനയിക്കാനുള്ള ആഗ്രഹത്തിൽ സിനിമയിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏഷ്യാനെറ്റിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഇറങ്ങിയിട്ട് ഞാൻ ചെയ്തത് ചിത്രഭൂമി എന്ന് പറയുന്ന അന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമാ മാസിക വരിക്കാരനായി. അത് വീട്ടിൽ പത്രത്തിനോടൊപ്പം ഇടാൻ പറഞ്ഞു. എന്നിട്ട് അതിൽ വന്ന ആദ്യത്തെ ചിത്രഭൂമിയിലെ ആദ്യത്തെ 1ാമത്തെ പേജിൽ ഒരു ചെറിയ കോളം വാർത്തയായിരുന്നു, TV ചന്ദ്രൻ സാറിന്റെ പുതിയ സിനിമ മീര ജാസ്മിൻ നായികയാവുന്നു എന്ന് പറയുന്നത് വലിയൊരു വാർത്തയാണെന്ന്. അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, അന്നത്തെ മുൻ മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകൻ, അന്നത്തെ പേര് ഷൗക്കത്ത് അലി എന്നാണ്, പുള്ളിയുടെ ഒഫീഷ്യൽ നെയിം അതാണ്, ഷൗക്കത്ത് അലിയാണ് അതിൻ്റെ കഥയും നിർമ്മാണവും നിർവഹിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ആ ഒരു ആദ്യത്തെ ചിത്രഭൂമിയിൽ ആദ്യത്തെ പേജിൽ കണ്ട ആ വാർത്ത ഫോളോ ചെയ്തിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ അതിൽ അഭിനയിക്കാനായിട്ട് ഒരു ചാൻസ് ചോദിച്ച് എൻ്റെ ഒരു സുഹൃത്തു വഴിയാണ് ഷൗക്കത്തിക്കടുത്ത് എത്തിയത്. ആ സിനിമയിലാണ് ആദ്യമായിട്ട് മാമുക്കോയുടെയും മീര ജാസ്മിനെയും ഒക്കെ ഉള്ള ഒരു സീനിൽ ഒരു ചെത്തുകാരനായിട്ട് അഭിനയിച്ചു. ഒറ്റ സീനിൽ മാമുക്കോയോട് എന്താ കാര്യം എന്നുള്ള ഒരു ചോദ്യം, എന്താ കാര്യം, അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഡയലോഗ്. അങ്ങനെയാണ് ഒരു ഷൗക്കത്തിക്കയുടെ ഒരു ഹെൽപ്പിലാണ് ആദ്യമായിട്ട് സിനിമയിൽ മുഖം കാണിക്കുന്നത്. അതാണ് തുടക്കം. ഏതായാലും ചെത്തുകാരനിൽ തുടങ്ങി ഇപ്പോൾ കൊടൂര വില്ലൻ കഥാപാത്രങ്ങളിൽ എത്തി നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കേരള ക്രൈം ഫയൽസിൽ കൊട്ടേഷൻ സംഘം, ഗ്യാങ് നേതാവ്, അങ്ങനെ പേടിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ. മുൻപ് ഒരുപാട് സിനിമകളിൽ വന്നപ്പോഴും ഈ ഒരു പ്രമേയത്തിലേക്ക് തന്നെ
കൂടുതലും ഇത്തരം ക്യാരക്ടറാണ് വന്നത്. നമുക്ക് അതിലേക്ക് വരും മുമ്പ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വെബ് സീരീസിലേക്ക് വന്നാൽ ഇതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഈ മുൻപുള്ള ക്യാരക്ടറുകൾ കണ്ടിട്ട് തന്നെയാണ് ഇതിലേക്ക് വിളിച്ചത്? അല്ല, ഇത് ശരിക്കും ഞാൻ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ശരിക്കും ഒരു ഓഡീഷനിലൂടെയാണ് കിട്ടിയത്. ഓഡീഷന്റെ ഒരു വാർത്ത ഒരു ഗ്രൂപ്പിൽ കണ്ടതാണ്. ആക്ച്വലി ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ എനിക്ക് പേഴ്സണലി അയച്ചതാണ്. അപ്പോൾ ആ വാർത്ത കണ്ടിട്ട് ഞാൻ അന്നേരം എറണാകുളത്തായിരുന്നു. ഞാനിപ്പോൾ സിനിമയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീട് തിരുവനന്തപുരത്താണെങ്കിലും സിനിമയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എറണാകുളത്ത് സെറ്റിൽഡ് ആണ് ആക്ച്വലി. അപ്പോൾ ഇത് തിരുവനന്തപുരത്തായിരുന്നു അതിൻ്റെ ഓഡീഷൻ. അപ്പോൾ ആ ഓഡീഷന് വേണ്ടി ഞാൻ വന്നു. അത് എറണാകുളത്തുള്ള ജോക്കേഴ്സ് ഷോ റീൽസ് എന്ന് പറയുന്ന ഒരു കാസ്റ്റിംഗ് കമ്പനിയാണ് ആ കാസ്റ്റിംഗ് കോൾ ഇട്ടത്. അപ്പോൾ അവർ ആക്ച്വലി വേറൊരു വെബ് സീരീസിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ടത്. അപ്പോൾ ഞാൻ അതിനകത്ത് പോയി ഓഡിഷൻ കൊടുത്തു. അപ്പോൾ അവരതിനകത്ത് സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് അതിലെ ഒരു ക്യാരക്ടറിൻ്റെ ഡയലോഗ്സ് എനിക്ക് അയച്ചു തന്നു. അത് ഞാൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു. അത് കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു, ചേട്ടാ പിന്നെ നമ്മൾ വേറൊരു കാര്യം ചെയ്യുവാണ്, ഈ വെബ് സീരീസിലില്ല, പക്ഷെ വേറൊരു വെബ് സീരീസിലേക്ക് ചേട്ടനെ ഫിക്സ് ചെയ്യാണെന്ന് പറഞ്ഞു. അതായിരുന്നു ഈ കേരള ക്രൈം ഫയൽസ്. പക്ഷെ ഇതിനും ഒരു ഓഡിഷൻ പോയിരുന്നു. അപ്പോൾ ഇതിന് ഓഡിഷൻ പോയ സമയത്ത് അവിടെ എനിക്ക് 2-3 ക്യാരക്ടേഴ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള 2-3 ക്യാരക്ടേഴ്സിൻ്റെ ഓഡിഷൻ ചെയ്തു. പോലീസുകാരൻ്റെ ചെയ്തു, ഒരു നോർമൽ ഒരു മനുഷ്യൻ്റെ ചെയ്തു, ഒരു ഗുണ്ട ആളുടെ ചെയ്തു. 3 ക്യാരക്ടേഴ്സ് അവിടെ പ്രസന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഇവര് വിളിക്കുന്നത് ഈ ക്യാരക്ടറിൽ. അതായത് 20 വർഷത്തോളം ഈ മേഖലയിൽ നിന്നിട്ട് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. വീണ്ടും വീണ്ടും കാസ്റ്റിംഗ് കോൾ കണ്ട് വിളിച്ചിട്ട് അവിടെ പോകുന്നു, വാർത്തകൾ കണ്ട് അതിന്റെ പുറകെ സഞ്ചരിക്കുന്ന വളരെ ഇതിനുവേണ്ടി വലിയ ശ്രമം ഇപ്പോഴും നടത്തുക. അതെ, ഇപ്പോഴും നടത്തിക്കൊണ്ട് നമ്മൾ കുറച്ച് സിനിമകളൊക്കെ ചെയ്തെങ്കിലും കുറച്ച് സിനിമകൾ ചെയ്തു മാത്രമല്ല, ഞാൻ സിനിമയുടെ മറ്റ് മേഖലകളോട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് അല്ലാതെയും ഒരുപാട് ആൾക്കാരെ അറിയാം. എങ്കിൽ പോലും നമുക്കൊരു ക്യാരക്ടർ കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഓഡിഷൻ എന്ന് പറയുന്നത് ഒരു വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ സിനിമകൾക്കും ഓഡിഷൻ നടക്കുന്നുണ്ട് ചില ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഓഡിഷന് പോയി തന്നെയാണ് കിട്ടുന്നത്. എനിക്ക് അതിനകത്ത് ശരിക്കും അങ്ങനെ ഒരു ഓഡിഷന് പോകുന്നത് ഒരു അഭിമാനം നൽകുകയാണ്. തീർച്ചയായിട്ടും. ഒന്നാമത് നമുക്കൊരു ക്യാരക്ടർ കിട്ടുവാണെങ്കിൽ നമ്മൾ ആ സിനിമയിൽ പോയിട്ട് ആ ക്യാരക്ടർ മാത്രമാണല്ലോ ചെയ്യുന്നത്. പക്ഷെ ആ സിനിമയുടെ തന്നെ ഒരു ഓഡിഷന് പോകണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് 2-3 ക്യാരക്ടേഴ്സ് അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റും. അതിന് ഞാൻ ഒരു ഹരം കണ്ടെത്തുന്ന ഒരാളാണ് ശരിക്കും. അതായത് ചില വലിയ കലാകാരന്മാർ എപ്പോഴും പറയുന്നതാണ്, ഓരോ ദിവസവും പുതിയ ഒരു കളറിയായിട്ട് കാണുന്നു, പുതിയ അഭിനയ സാധ്യതകൾ പഠിക്കുന്നു. ഒരു കുഞ്ഞിനെ പോലെയാണ് ഒരു അഭിനേതാവ് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതെ 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 അതെ, ഒരിക്കലും ദാഹം മാറാത്ത ഒരു കാര്യം കൂടിയാണിത്. ഈ പോക്രി രാജ എന്ന സിനിമയിലേക്ക് വരുമ്പോൾ അവിടെ ഈ ചെറിയ റോളിൽ നിന്നും പിന്നീട് അസിസ്റ്റന്റ് ഡയറക്ടറിലേക്ക് എത്തിയ ഒരു യാത്ര അതെങ്ങനെയാണ്? പ്രത്യേകിച്ച് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായ വലിയ ചർച്ചയായ സിനിമയാണ്, ഒരുപാട് നല്ല മികച്ച വിജയവും നേടിയൊരു സിനിമയാണ്. അതിലേക്ക് വരാനുണ്ടായ പോക്രി രാജയിലേക്ക് വരാനുള്ള കാരണം വൈശാഖ് എൻ്റെ നേരത്തെ ഉള്ളൊരു സുഹൃത്താണ്. ശരിക്കും ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ആയതിനുള്ള കഥ വീണ്ടും ആര്യടൻ ഷൗക്കത്തിലേക്ക് തന്നെയാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഈ ഷൗക്കത്തേക്കയുടെ പാഠമുതൽ വിലാപം സിനിമയിൽ വളരെ ചെറിയൊരു ക്യാരക്ടർ, ചെത്തുകാരൻ്റെ ക്യാരക്ടർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ രസികനിൽ വളരെ ചെറിയ വേറൊരു ക്യാരക്ടർ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും കുറേ അന്നത്തെ സംവിധായകരെല്ലാം പോയി കാണുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്തെങ്കിൽ എനിക്ക് കാര്യമായ വേറെ അവസരങ്ങളൊന്നും കിട്ടിയില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് അതേസമയം ഞാൻ ആര്യടൻ ഷൗക്കത്ത് അന്ന് നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും പിന്നീട് പുള്ളി അവിടെ തന്നെ മുനിസിപ്പൽ ചെയർമാനുമായിരുന്നു. ആ ഒരു 10 വർഷക്കാലം പുള്ളിയുടെ അവിടുത്തെ ഒരുപാട് പ്രോജക്റ്റുകളുടെ ഡോക്യുമെന്റേഷനും 1-2 പ്രോജക്റ്റുകളുടെ ഡോക്യുമെന്ററിയും ചെയ്തിരുന്നു. അതുപോലെ ആര്യാടൻ മുഹമ്മദ് സാറ് ഇലക്ഷന് മത്സരിച്ച സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ 2 പ്രാവശ്യം മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ വീഡിയോയും ചെയ്തിരുന്നു. ഇതെല്ലാം നമുക്ക് ഏഷ്യാനെറ്റും NTV ന്നും VTRAX നിന്നൊക്കെ കിട്ടിയ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ചെയ്തത്. അപ്പോൾ അത് കണ്ടിട്ട് അതിനകത്തെ ഒരു ഡോക്യുമെന്ററി ഞാൻ ഷൗക്കത്തേക്കൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഷൗക്കത്തേക്ക് എന്നോട് പറഞ്ഞു, നിന്റെ അഭിനയം താല്പര്യവും ഒക്കെ ഉള്ള നല്ലത് തന്നെ, അതോടൊപ്പം എൻ്റെ അടുത്ത സിനിമ ആര് ഡയറക്റ്റ് ചെയ്താലും നീ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ആ സിനിമയായിരുന്നു വിലാപങ്ങൾക്കപ്പുറം. അപ്പോൾ വീണ്ടും പാഠമൊന്നൊരു വിലാപത്തിന് ശേഷം ചന്ദ്രേട്ടൻ്റെ കൂടെ, TV ചന്ദ്രൻ സാറിൻ്റെ കൂടെ തന്നെ വീണ്ടും വിലാപങ്ങൾക്കപ്പുറത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. ചന്ദ്രേട്ടൻ എനിക്ക് അതിനകത്ത് അഭിനയ താല്പര്യമുള്ള ആളാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കാതെ തന്നെ അതിനകത്ത് ചന്ദ്രേട്ടൻ നല്ലൊരു ചെറിയൊരു വേഷം തരികയും ചെയ്തു. അപ്പോൾ ഈ സമയത്താണ് വൈശാഖുമായിട്ട് നമ്മളുടെ അടുപ്പം നേരത്തെ ഉള്ള സൗഹൃദമുള്ളതാണ്. വൈശാഖിൻ്റെ സിനിമ മോഹങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് വൈശാഖ് ഈ പൊക്കിരാജ് എന്ന് പറഞ്ഞ സിനിമ ഏകദേശം സെറ്റായിരിക്കുന്ന സമയത്താണ് എന്നോട് സംസാരിച്ചപ്പോൾ എന്നിൽ നിന്ന് അറിഞ്ഞത് ഞാൻ ഇങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, ചന്ദ്രേട്ടൻ്റെ പടത്തിൽ അസിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൈശാഖ് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എൻ്റെ പടത്തിൽ വർക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് പോക്കിരി രാജിൽ വർക്ക് ചെയ്തത്. ഈ മമ്മൂട്ടി എന്ന വലിയൊരു നടനിലേക്ക് വരുമ്പോൾ ഈ പുതുമായി വരുന്ന സംവിധായകരെ, നിർമ്മാതാക്കളെ, തിരക്കഥാകൃത്തുക്കളെയൊക്കെ വളരെ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്.
അദ്ദേഹത്തോടുള്ള അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? മമ്മൂട്ടി എന്നുള്ള ആ ഒരു മികച്ച നടൻ, നമ്മൾ ഒരുപാട് മലയാളം ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് എപ്പോഴും പുതിയ പുതിയ പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം കൈകൊടുക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ്? മമ്മൂക്കയുടെ ഒരു കാര്യം പറഞ്ഞാൽ മമ്മൂക്ക എല്ലാവരെയും പ്രത്യേകിച്ച് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. ഒരു നടന് ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒബ്സർവേഷനാണ്. മമ്മൂക്ക എല്ലാവരെയും വളരെ ഭംഗിയായിട്ട് ഒബ്സർവ് ചെയ്യുകയും കൃത്യമായ, എനിക്ക് തോന്നുന്നു 99.9% പുള്ളിയുടെ ജഡ്ജ്മെന്റും കറക്റ്റാണ്. ഇപ്പോൾ വൈശാഖിന്റെ കാര്യം പറയുകയാണെങ്കിൽ, വൈശാഖ് ആദ്യം വേറൊരു സിനിമയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ട് പിന്നെ അത് നടക്കാതെ പിന്നെ വീണ്ടും ഒരു പ്രൊജക്റ്റ് എന്ന രീതിയിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടുള്ള 2 സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ ഒരാളായിട്ടുള്ള ഉദയകൃഷ്ണയുടെ സപ്പോർട്ട് കൂടിയാണ് ഈ പോക്കിരാജ് എന്നുള്ള പ്രോജക്റ്റ് റിയലൈസ് ചെയ്യുന്നത്. അപ്പം മമ്മൂക്കയുടെ അടുത്തേക്ക് വൈശാഖിനെ കൊണ്ടുപോകുന്നത് ഈ ഉദയേട്ടനാണ്. അപ്പോൾ ഉദയേട്ടനോട് വൈശാഖ് മമ്മൂക്ക പറഞ്ഞത് ഇവന് ഞാനൊരു ഡേറ്റ് കൊടുക്കാൻ ഇരിക്കുകയായിരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ വൈശാഖിനെ അന്ന് മുതലേ വൈശാഖ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന കാലം തൊട്ട് തന്നെ മമ്മൂക്ക നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ശരിക്കും ഒരു ഡയറക്ടർ എന്ന രീതിയിലുള്ള മമ്മൂക്ക ആൾക്കാരെ അല്ലെങ്കിൽ പുതിയ ഡയറക്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യം. ഇനി ടർബോയില് ഞാൻ മമ്മൂക്കയോടൊപ്പം അഭിനയിച്ചപ്പോൾ ഉള്ള എക്സ്പീരിയൻസും അതും ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയേണ്ടതാണ്. ശരിക്കും മമ്മൂക്കായിട്ട് എനിക്ക് ഉണ്ടായിരുന്നത് ഫൈറ്റാണ്. അപ്പോൾ ഈ മമ്മൂക്കായിട്ട് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ നേരെ കത്തി വീശുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഷോട്ട് ഉണ്ട് അതിനകത്ത്. ആ ഷോട്ടിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ആ ഒരു ഷോട്ട് പ്രാക്ടീസ് ചെയ്യും. നമ്മൾ നേരത്തെ നമുക്ക് പ്രത്യേകിച്ച് ഏത് ആർട്ടിസ്റ്റിന്റെ കൂടെ ആണെങ്കിലും നമ്മളത് പ്രാക്ടീസ് ചെയ്യും. ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്നത് ഒരു ഫൈറ്റർ ആയിരിക്കും, ഒരു ഫൈറ്റ് മാൻ ആയിരിക്കും മമ്മൂക്കയ്ക്ക് പകരം അവിടെ നിൽക്കുന്നത്. ആ സമയം മുഴുവൻ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ അടുത്തവിടെ നിന്ന് നിൽക്കാൻ പോകുന്നത് സാക്ഷാൽ മമ്മൂട്ടി എന്ന് പറയുന്ന മെഗാസ്റ്റാർ ആണ്. എനിക്ക് ഏറ്റവും അധികം ആരാധനയുള്ള ഒരാളാണ്. അതിനേക്കാൾ ഉപരി മലയാളത്തിലെ ഏറ്റവും വലിയൊരു നടന്മാരിൽ ഒരാളാണ്. അപ്പോൾ ആ ഒരു ഫീലിംഗ് എനിക്ക് വല്ലാതെ പേടി ഉണ്ടാക്കുന്നതായിരുന്നു. ഇപ്പോൾ ഈ സ്ഥലത്ത് ഒരു ഫൈറ്റർ നിൽക്കുന്നത്, ഇപ്പോൾ ഈ ഫൈറ്റർ നിന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത ശേഷം മമ്മൂക്ക വന്ന് നിൽക്കൂലേ, ആ സമയത്ത് എനിക്ക് ഒരു പേടിയില്ല. അതെനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നി. ഞാൻ ഇത്ര നേരം പേടിച്ച് ഹാർട്ട് ബീറ്റൊക്കെ കൂടി നിന്നിട്ട് മമ്മൂക്ക വന്ന് മുമ്പിൽ നിന്ന് കഴിയുമ്പോൾ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ആ ഒരു എന്തോ ഒരു എന്നിട്ട് എന്നോട് കൂളായിക്കോ അങ്ങനെയൊന്നും പറയുകയോ ഡയറക്ടർ കമ്മ്യൂണിക്കേഷൻ ഒന്നും ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ തോളി തട്ടുകയോ അങ്ങനെയൊന്നും അല്ല. പക്ഷെ പുള്ളി മുമ്പിൽ നിൽക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ പുള്ളി നമ്മളെ ഒരു സഹപ്രവർത്തകനായി അംഗീകരിക്കുന്നു എന്നുള്ളത് ആണ് എനിക്ക് കിട്ടിയൊരു ഫീലിംഗ്. ഞാൻ ഒരു ടെൻഷനും ഇല്ല. ആദ്യം ഞാൻ മമ്മൂക്കയുടെ അടുത്തേക്ക് ഓടി വന്ന് കത്തി വീശി പോകുന്ന ഒരു ഷോട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഷോട്ട് നിന്നിട്ടാണ് ചെയ്തത്, മറ്റേത് ഓടി വന്ന് ഷോട്ടാണ്. അതായിരുന്നു ആദ്യമായിട്ട് മമ്മൂക്കയുടെ നേരെയുള്ള സീക്വൻസ്. ആ ഷോട്ട് കഴിയുമ്പോൾ അവിടെ ആ സെറ്റിൽ ആ സമയത്ത് രാജ്ബി ഷെട്ടി സാറുണ്ടായിരുന്നു. ആ ഷോട്ട് ഓടി വന്ന് മമ്മൂക്കയുടെ നേരെ കത്തി വീശി മമ്മൂക്ക ഒഴിഞ്ഞു മാറി ഞാൻ അങ്ങ് വീഴാൻ പോകുന്ന രൂപത്തിൽ പോയിട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ആ ഷോട്ട് കഴിഞ്ഞപ്പോൾ ഷെട്ടി സാറിൻ്റെ അടുത്ത് വന്ന് തോളിൽ കൈയിട്ടിട്ട് എൻ്റെ അടുത്ത് വളരെ സീക്രട്ടായിട്ട് ചോദിച്ചു, പേടിയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. പുള്ളിക്ക് അത്യാവശ്യം നന്നായിട്ട് മലയാളം അറിയാം ഷെട്ടി സാറിന്, രാജ്ബി ഷെട്ടിക്ക്. പേടിയുണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു പേടിയില്ലായിരുന്നു. അതെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബിക്കോസ് ഹീ ഈസ് മൈ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ഷെട്ടി സാറിനോട് ഞാൻ പറഞ്ഞത് ഇത്തിരി ഓവറായി പോയോ. പക്ഷെ അതായിരുന്നു സത്യം. എൻ്റെ സിനിമയോടുള്ള ഒരു ഇൻസ്പിറേഷൻ മുഴുവൻ മമ്മൂക്കയാണ്. ശരി, ഈ രാജ്ബി ഷെട്ടി അടുത്ത ലെജൻഡിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ മലയാളത്തിന് ഇപ്പോൾ ഒരുപാട് പരിശ്രമങ്ങളിലൂടെ പരിചയമുണ്ട്. ഈ ടർബോയിൽ തന്നെ വരുമ്പോൾ അതിൽ തന്നെ അദ്ദേഹം വലിയൊരു വില്ലനാണ്. അതിനേക്കാളും വലിയ കൊടൂര വില്ലന്റെ എൻട്രിയാണ് നമ്മൾ നൗഷാദിലൂടെ കണ്ടത്. അപ്പോൾ അതിലേക്ക് വരാൻ ഈ ഒരു അനുഭവം തന്നെയാണല്ലേ അതിലേക്കും വരാൻ? അത് വൈശാഖ് വിളിച്ചതാണ്. ആക്ച്വലി ഞാൻ വൈശാഖിനോട് ആദ്യത്തെ സിനിമകളിലൊന്നും ഞാൻ വൈശാഖിനോട് അങ്ങനെ ചാൻസ് ചോദിച്ചിരുന്നില്ല. കാരണം വൈശാഖ് ഇങ്ങനെ ഓരോ സിനിമകൾ ചെയ്ത് വരുന്നതല്ലേ ഉള്ളൂ. വൈശാഖിന് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇടയിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ഒരു സൗഹൃദം വല്ലാതെ ഉപയോഗിച്ച് ഞാൻ അങ്ങനെ ഒരു ചാൻസ് ചോദിച്ചിട്ടില്ല. വൈശാഖിനോട് നേരിട്ട് ചോദിച്ചിരുന്നില്ല. വൈശാഖിനോട് മാത്രമാണ് അങ്ങനത്തെ ചോദിച്ചിട്ടില്ല. അതേസമയം ഞാൻ കുറച്ച് സിനിമകളൊക്കെ ചെയ്തു. പ്രത്യേകിച്ച് പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡ്, ഞാൻ മേരിക്കുട്ടി, അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വൈശാഖ് ഒരു എന്നെ കണ്ട സമയത്ത് ഞാൻ ചെയ്ത സിനിമകളെക്കുറിച്ച് വൈശാഖ് ജസ്റ്റ് ഇങ്ങനെ സൂചിപ്പിച്ചു, നിങ്ങളുടെ ഒരു പടം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലേ, അത് കൊള്ളാവുന്ന ഒരാൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പോൾ വൈശാഖും എന്നെ ഒരു ആക്ടർ, നമ്മളൊരു സുഹൃത്ത് എന്നതിനപ്പുറം ഒരു ആക്ടറായിട്ട് നമ്മളെ കാണുന്നു എന്ന് കണ്ട ശേഷമാണ് ഞാൻ വൈശാഖിനോട് നിന്റെ അടുത്ത പടത്തിലേക്ക് ഒരു ചാൻസ് തരണം എന്ന് ചോദിക്കുന്നത്. അത് മധുരരാജയ്ക്ക് തൊട്ട് മുമ്പാണ്. അപ്പം ഓക്കെ ആനന്ദാ, ഞാനിവിടെ എത്രയോ പേർക്ക് ചാൻസ് കൊടുക്കുന്നു, നിങ്ങൾ എന്നോട് ചാൻസ് ചോദിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ തമാശയ്ക്ക് പറഞ്ഞിട്ട് മധുരരാജ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പക്ഷേ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണം, ഞാൻ മറന്നു പോകും.
നമ്മൾ അങ്ങനെയാണല്ലോ അറിയാം, നിങ്ങൾക്കറിയാം, നിങ്ങൾ സിവിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളല്ലേ, അപ്പം അറിയാലോ ആ സമയത്ത് നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പ്രൊജക്ട് തുടങ്ങിയ സമയത്ത് 1-2 പ്രാവശ്യം വിളിച്ചു. അത് കഴിഞ്ഞിട്ട് മധുരരാജയിൽ ഒരു ASI CI സർക്കിൾ ഇൻസ്പെക്ടറിന്റെ വേഷം ചെയ്തു. അത് മറ്റേ MLA അറസ്റ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്. സണ്ണി ലിയോണിന്റെ ഡാൻസിന് ശേഷം MLA അറസ്റ്റ് ചെയ്യുന്ന ഒരു സീക്വൻസിലാണ് ഞാൻ അഭിനയിച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ ടർബോയിലേക്ക് എന്നെ വൈശാഖിന്റെ അസോസിയേറ്റോട് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പറയായിരുന്നു ഒരു ക്യാരക്ടറുണ്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഈ ടർബോയിൽ വേഷം ചെയ്തത്. ഈ നടനാകുന്നതാണോ കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്, അതോ സിനിമയുടെ പുറകിൽ പ്രവർത്തിക്കുമ്പോഴാണ്? എന്താണ് ശരിക്കും ഇഷ്ടം? അതാണ് കംഫർട്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇഷ്ടമാണ്. അതെനിക്ക് അഭിനയമാണ്. അഭിനയത്തിന് വേണ്ടിയാണ് ശരിക്കും ഞാൻ സിനിമയിൽ മറ്റ് വിഭാഗത്തിലെല്ലാം വർക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നാറുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതിലും ഇപ്പോൾ 1-2 സിനിമകളിൽ അസോസിയേറ്റ് റൈറ്ററായിട്ടും വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അത് രണ്ടും ചെയ്യുമ്പോഴും ഞാൻ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഒരു എൻജോയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതെല്ലാം അഭിനയത്തിലേക്കുള്ള ഒരു വഴിയായിട്ടാണ് കാണുന്നത്. ഈ രാജ്ബി ഷെട്ടിയോടുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് സിനിമകളിലൂടെ നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ് അദ്ദേഹം. എന്താണ് അദ്ദേഹത്തിൽ നിന്നും ചിലത് നമ്മൾ പകർത്താറുണ്ടല്ലോ, ചില അനുഭവ പാഠങ്ങൾ, ചിലത് നമ്മൾ കൊടുക്കാറുമുണ്ട്. എന്താണ് അവിടെ നിന്ന് അദ്ദേഹം ചോദിച്ചല്ലോ, പേടിച്ചു പോയോ അദ്ദേഹം ചോദിച്ചെങ്കിൽ അവിടെ ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൽ നിന്നും എന്താണ് പഠിക്കാൻ പറ്റിയത്? ഷെട്ടി സാറിന്റെ രാജ്ബി ഷെട്ടിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ രാജ്ബി ഷെട്ടിയുടെ കൂടെയാണ് അഭിനയിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത്, നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള പുള്ളിയുടെ ഗരുഡ ഗമന ഋഷഭവാഹന എന്ന് പറയുന്ന സിനിമ, അതിനകത്തെ ആ സൈക്കോ വില്ലൻ. അപ്പോൾ ഞാൻ ആലോചിച്ചത് പുള്ളി നമ്മളോട് സംസാരിക്കുമോ എന്നായിരുന്നു ഞാൻ ആദ്യം ആലോചിച്ചത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ പുള്ളി മിക്കവാറും സീൻ ചെയ്യാൻ വരും, മിക്കവാറും സീൻ ചെയ്തിട്ട് അങ്ങ് പോവും, അങ്ങനെയായി വിചാരിച്ചത്. പുള്ളി അത് എന്നോട് സംസാരിക്കുമോ, കുറച്ച് നേരമെങ്കിലും എന്നോട് സംസാരിക്കുമോ എന്നാണ് ഞാൻ ആലോചിച്ചത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. പുള്ളി പെട്ടെന്ന് എല്ലാവരുമായിട്ടും പരിചയപ്പെടും. എന്നോട് മാത്രമല്ല, ആ സെറ്റിലെ എല്ലാ മനുഷ്യരോടും, യൂണിറ്റ് അംഗങ്ങളോട്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനോട്, ക്യാമറയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട്, കൂടെയുള്ള ആർട്ടിസ്റ്റുകളോട്, ഈവൻ മറ്റേ നമ്മൾ വളരെ ഫൈറ്റേഴ്സ് അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയില്ലേ, വെറുതെ അടികൊണ്ട് അല്ലെങ്കിൽ അവിടെ കിടക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ആയിരിക്കും. അവിടെ കുറേ നേരം കിടക്കുകയൊക്കെ ചെയ്യണം. അപ്പം ചിലപ്പം ഷോട്ടൊക്കെ സെറ്റ് ചെയ്യണതിനിടയ്ക്ക് കുറേ സമയം കിടക്ക്. അപ്പോൾ അവരോടൊക്കെ പോയി സംസാരിക്കും. കുറച്ച് നേരം എഴുന്നേറ്റിരിക്കും, ഇപ്പോഴൊന്നും ഷോട്ട് ആവില്ല, നിങ്ങൾ ധൈര്യമായിട്ട് എഴുന്നേറ്റിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കര മാനുഷികത ഉള്ള ഒരാളാണ്. സിനിമയിലെ പ്രമേയം പോലെ തന്നെ യഥാർത്ഥ ജീവിതത്തിലും ചില സിനിമകളൊക്കെ ഭയങ്കര ഹ്യൂമാനിറ്റേറിയൻ ഒരു കോൺസെപ്റ്റ് ഉള്ള ഒരാളാണ് രാജ്ബി ഷെട്ടി സാറ്. ഡെഡിക്കേറ്റഡ് ആണ് ഭയങ്കരമായിട്ട്. പുള്ളി ഫൈറ്റ് നന്നായി ചെയ്യുന്ന ഒരാളാണല്ലോ. പുള്ളി എനിക്ക് ഫൈറ്റിന്റെ ചില ബേസിക് സ്റ്റെപ്സ് പറഞ്ഞു തന്നു. പുള്ളി എന്നോട് പറഞ്ഞു, പക്ഷേ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഡാൻസ് പോലെയാണ്. അതായത് നമ്മൾ ആക്ഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ആൾക്കാർ കയ്യിലാണ് ശ്രദ്ധിക്കുന്നെങ്കിലും കാലിൻ്റെ മൂവ്മെന്റിലാണ് അതിന് ഭംഗി വരുന്നത്. എന്നിട്ട് പുള്ളി എനിക്ക് ആക്ഷൻ്റെ ചില സാധനങ്ങൾ കാണിച്ചു തന്നു. എന്നിട്ട് ഞാനത് ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. പുള്ളി എന്നെ കുറച്ചു നേരം നോക്കി, അത് ഒന്നുകൂടി ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പുള്ളി വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തു. എന്നിട്ട് ഞാൻ പുള്ളിയെ കൊണ്ട് കാണിച്ചു. അപ്പോൾ പുള്ളി ഭയങ്കര സന്തോഷമായിരുന്നു. ഈ ഇതിന്റെ കാര്യം നമ്മുടെ ഇന്ദ്രൻസിലേക്ക് വരുമ്പോൾ മലയാളത്തിലെ അദ്ദേഹം ഒരു അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോമഡി സിനിമകളിലൂടെ വന്ന് വളരെ കോമഡി സിനിമയിൽ മാത്രം ഒതുങ്ങി പോകുമോ എന്ന് കരുതിയെടുത്ത് എന്താണ് തന്റെ റേഞ്ച് എന്ന് ഒരുപാട് സിനിമകളിലൂടെ മലയാളികളെ കാണിച്ച് അത്ഭുതപ്പെടുത്തുകയാണ്. ഏറ്റവും ഒടുവിൽ അമ്പിളിയുടെ ക്യാരക്ടർ, അവിടെ മിഥിരാജന്റെ ക്യാരക്ടർ, ഒരുപാട് സീക്വൻസ് ഒക്കെ ഉണ്ട്. ഈ ഇന്ദ്രൻസ് എന്ന നടൻ അത്ഭുതപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു നടനാണ് ഇന്ദ്രൻസ് ചേട്ടൻ. അതിൽ ഞാൻ ഒരു വാചകം ആദ്യം പറയട്ടെ. ഇന്ദ്രൻസ് ചേട്ടൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ. എങ്കിലും അമ്പിളി രാജു എന്ന് പറയുന്ന ക്യാരക്ടർ അത് ഇനി മലയാളികളുടെ മനസ്സിൽ എന്നും ഉണ്ടാവും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എൻ്റെ ഒരു സ്വകാര്യമായൊരു സന്തോഷമെന്നോ അഹങ്കാരമെന്നോ പറയാവുന്നത്, അമ്പിളി രാജുവിൻ്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു എന്നുള്ളത് ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്ന ഒരു മാറ്ററാണ് എന്നെ സംബന്ധിച്ച്. ഇന്ദ്രൻ ചേട്ടൻ എന്ന് പറയുന്ന ആക്ടർ അതേസമയം ഇന്ദ്രൻ ചേട്ടൻ എന്ന് പറയുന്ന ആക്ടർ നമ്മളെ വെള്ളിത്തിരയിലാണ് അത്ഭുതപ്പെടുത്താറ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ 2-3 സിനിമകൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അതുകൊണ്ടും കൂടി ആണ് ഞാൻ ഇത്രയും ശക്തമായിട്ട് അത് പറയാൻ പറ്റുന്നത്. ഇന്ദ്രൻ ചേട്ടൻ ലൊക്കേഷനിലല്ല നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്, സ്ക്രീനിലാണ് അത്ഭുതപ്പെടുന്നത്. അതായത് ഈ മിഥിലാജ് എന്ന് പറയുന്നത് ഞാനും അമ്പിളി രാജു എന്ന് പറയുന്ന ഇന്ദ്രൻ ചേട്ടനും കൂടി ലോഡ്ജിലിരുന്ന് സംസാരിച്ച സീക്വൻസ് ഉണ്ടല്ലോ, ആ സീക്വൻസ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ ആ 3 വാചകങ്ങൾ പറയാൻ
വളരെ എങ്ങനെയൊക്കെയാണ് പറയേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്തു, പിന്നെ ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്തു. ഞാൻ എൻ്റെതായ ചില രീതികളൊക്കെ കൊണ്ടുവന്നു അവിടെ. പക്ഷെ ഇന്ദ്രൻ ചേട്ടൻ അപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ഡയലോഗ് വെറുതെ പറയുന്നു എന്നാണ് തോന്നുന്നത്. ആക്ച്വലി അറ്റ്ലീസ്റ്റ് അതായിരിക്കില്ല അതിനകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സ്, പുള്ളിയുടെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ് അതായിരിക്കില്ല. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് ഇന്ദ്രൻ ചേട്ടൻ ആ ഡയലോഗ് ചുമ്മാ പറയുകയാണല്ലോ, ഞാൻ വളരെ ശ്രദ്ധിച്ചു പറയുന്നു, ഇന്ദ്രൻ ചേട്ടൻ എന്താണ് വളരെ ചുമ്മാ പറയുകയാണല്ലോ എന്നെനിക്ക് തോന്നി. അപ്പോഴെനിക്ക് അറിയാം ഇന്ദ്രൻ ചേട്ടൻ ഇത് സ്ക്രീനിൽ വരുമ്പോൾ കലക്കുമെന്ന് എനിക്കറിയാം. അത്ര വളരെ നിസ്സാരമായിട്ട് പുള്ളി പറഞ്ഞെങ്കിലും സ്ക്രീനിൽ എന്തൊരു ഇമ്പാക്റ്റ് ആയിരുന്നു ഇന്ദ്രൻ ചേട്ടന്. അതാണ് ഇന്ദ്രൻ ചേട്ടൻ്റെ ആക്ടിങ്ങിലെ ഒരു മാജിക് ഉള്ള ഒരാളാണ് ഇന്ദ്രൻ ചേട്ടൻ. ഈ പുതിയ സിനിമകളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഈ വില്ലൻ ക്യാരക്ടർ അതും സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. പക്ഷെ അതിൽ നിന്ന് മാറി പുതിയ സാധ്യതകളൊക്കെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. പക്ഷെ എങ്കിലും എനിക്ക് വില്ലൻ ക്യാരക്ടേഴ്സിനോട് ശരിക്കും ഒരു ഇഷ്ടമുണ്ട്. എന്താന്ന് വെച്ചാൽ ഒരു സിനിമയിലെ ഒരു ഹീറോ കഴിഞ്ഞാൽ പിന്നത്തെ ഹീറോയിസം ആർക്കാണ്? വില്ലനാണ്. പക്ഷെ ഇപ്പൊ തിരിച്ചുമാണ്, ഹീറോയെക്കാളും വില്ലനാണ് കൂടുതൽ. അതെ സാധ്യത കിട്ടുന്ന കാലമാണ്. അതെ 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 അത് ശരിക്കും നമ്മളിപ്പോ ഒരു ബിൽഡപ്പ് എല്ലാം കൊടുക്കുന്നത് ഹീറോ കഴിഞ്ഞാൽ പിന്നെ വില്ലനാണ്. ഇപ്പൊ ടർബോയിലാണെങ്കിലും കണ്ടിട്ടില്ല, ടർബോയിൽ ആ കുത്തിയിട്ടുള്ള തിരിഞ്ഞു നോക്കുന്ന ഫസ്റ്റില്, അതൊക്കെ ശരിക്കും ഒരു ഹീറോയിസം ഉള്ള. അതുകൊണ്ട് ഞാൻ വില്ലൻ വേഷങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് ആക്ച്വലി. പുതിയ പ്രോജക്റ്റുകൾ അപ്പോൾ ഏതൊക്കെയാണ് ഇനി വരാനുള്ളത്? പുതിയ പ്രോജക്റ്റുകൾ ഇറങ്ങാനുള്ളത് C5 എന്ന OTT-യിൽ വരുന്ന ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ് വരുന്നുണ്ട്. അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളത്. പിന്നെ തിരുവനന്തപുരത്തുള്ള കലാധരൻ എന്ന് പറഞ്ഞൊരു സംവിധായകൻ ചെയ്യുന്ന ക്ലാസ് എന്ന് പറയുന്ന, അതൊരു മോർ ഓവർ ഒരു പാരലൽ മൂവി എന്ന് വേണമെങ്കിൽ പറയാം, ഓഫ് ബീറ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമയാണ്. അത് ഒരു നല്ല പ്രമേയത്തിലുള്ളൊരു സബ്ജക്റ്റാണ്. ക്ലാസ് എന്നാണ് അതിൻ്റെ പേര്. പിന്നെ ഒരു ടൊവിനോ പടത്തിലും കൂടി കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ചോദ്യമാണ്, പക്ഷേ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കുടുംബം ആ ഒരു പിന്തുണ ഇല്ലാതെ ഈ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിക്കാൻ ഒരു കലാകാരനെ സാധിക്കില്ല. ഈ ഫാമിലിയുടെ ഒരു സപ്പോർട്ട്, ഈ വളരെ അഭിനയമോഹം ചെറുതിലെ പക്ഷെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാണല്ലോ ഇഷ്ടം, അഭിനയത്തെക്കുറിച്ചുള്ള ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞു. ഈ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും ടാലന്റ് പ്രദർശിപ്പിച്ചിരുന്നോ? വീട്ടുകാരുടെ പാരന്റ്സിന്റെ പിന്തുണ എങ്ങനെയായിരുന്നു? ഇപ്പൊ ഫാമിലി, ഭാര്യ, മക്കൾ, അവരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? അതെ, ശരിക്കും നമുക്ക് ആരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഒരു വിവാഹം കഴിച്ച ഒരാൾക്ക് ഭാര്യയുടെ സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഏറ്റവും അധികം സപ്പോർട്ടുള്ളത് എൻ്റെ ഭാര്യയാണ്. അത് വെറുതെ സപ്പോർട്ടല്ല ആക്ച്വലി. നിങ്ങൾക്കറിയാലോ, സിനിമയിലെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വേഷം കിട്ടി, ചെറിയൊരു വേഷം കിട്ടി, പിന്നെ ഒരു വേഷം കിട്ടി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാൾക്ക് ഒരു കുടുംബത്തിനെ മുഴുവൻ കൊണ്ടുപോകാനുള്ള വരുമാനമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ വൈഫ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് വെറുതെ ഇഷ്ടമുള്ളത് ചെയ്തോ എന്ന് മാത്രമല്ല, ഒരു ജോലി ചെയ്ത് ഞാനും 2 മക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തിനെയും കൂടി നോക്കിക്കൊണ്ടാണ് ശരിക്കും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ടെക്നോ പാർക്കിലാണ് ജോലി. മക്കൾ 2 പേരാണ്. മകൾ ഡിഗ്രിക്ക് പഠിക്കുന്നു, മകൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവർ 3 പേരും ഇപ്പോൾ വൈഫിൻ്റെ ജോലി കുറച്ച് ദിവസത്തേക്ക് ജപ്പാനിലായതുകൊണ്ട് അവരുടെ കമ്പനിയിൽ നിന്ന് ജപ്പാനിൽ പോയിരിക്കുകയാണ്. ഈ വി ട്രാക്സിൻ്റെ കാര്യവും NTVയുടെ കാര്യവും അതോടൊപ്പം ഏഷ്യാനെറ്റിലെ അനുഭവമൊക്കെ പറഞ്ഞു. ഈ മാധ്യമ മേഖലയിലെ സുഹൃത്തുക്കൾ, ഈ ചുറ്റുമുള്ള ഈ സിനിമാ മേഖലയിലുള്ള സുഹൃത്തുക്കൾ, അവരൊക്കെ തരുന്നൊരു സപ്പോർട്ട് എന്താണ്? ഒപ്പം ഈ മലയാള സിനിമയിൽ ഒരുപാട് പേര് ഇപ്പോൾ കടന്നു വരുന്നൊരു കാലഘട്ടമാണ്. ഈ ആത്മസമർപ്പണം ഓരോ മേഖലയിൽ ആവശ്യമാണ്. സിനിമാ മേഖലയിൽ അത് വളരെ കൂടുതൽ വേണ്ടതാണ്. ഇന്നത്തെ തലമുറയോട് 20 വർഷം കൊണ്ട് മലയാള സിനിമയെ അടുത്ത് കണ്ടതിൽ നിന്നും പറയാനുള്ളത് എന്താണ്? ലാസ്റ്റ് ചോദ്യമാണ്, പ്രേക്ഷകരോട് പറയാനുള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരു കാര്യം എത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. എനിക്ക് സിനിമയുടെ കാര്യത്തിൽ മനസ്സിലായിട്ടുള്ള കാര്യം, നമ്മളൊരു കാലത്ത് റോഡിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഷൂട്ടിംഗ് കാണുമല്ലോ, അവിടെ ഒരു ലൈറ്റ്, അന്നത്തെ വലിയ HMI ലൈറ്റും റിഫ്ലക്റ്റേഴ്സും എല്ലാം കാണുമ്പോൾ ഉണ്ടാകുന്നൊരു തരിപ്പുണ്ട് എൻ്റെ ഉള്ളിൽ. എനിക്ക് തോന്നുന്നു എല്ലാ സിനിമാ മോഹികൾക്കും അതുണ്ട്. ഞാൻ ഇന്ന് ആ ലൈറ്റിനകത്താണ്, ലൈറ്റെല്ലാം വെച്ചിരിക്കുന്ന ആ സംഭവത്തിനകത്താണെന്നുള്ളത് ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷിപ്പിക്കുന്നുണ്ട്. അതിനെ ശരിക്കും എനിക്ക് വേറെ ഒന്നും തോന്നുന്നില്ല. എനിക്ക് അതിനോടുള്ള ഇഷ്ടം, നമ്മൾ അതിനു വേണ്ടി കൊടുക്കുന്നൊരു സമയം, നമ്മൾ അതിനെ സ്നേഹിക്കുന്നതും ഒക്കെ തന്നെയാണ് റിസൾട്ട് വരുന്നത്. പിന്നെ ഒരു ചെറിയ ഭാഗ്യത്തിൻ്റെ എലമെൻറ്റും കൂടെ ഉണ്ട്. പിന്നെ സുഹൃത്തുക്കൾ, നമ്മളെ അറിയുന്ന ആൾക്കാർ നമുക്ക് തരുന്ന ചെറിയ അവസരങ്ങൾ, അതൊക്കെ തന്നെയാണ് നമുക്ക് ബലം തരുന്നത്. എന്തായാലും ആ സിനിമയുടെ പ്രകാശ വലയത്തിനുള്ളിലേക്ക് ഇനിയും കൂടുതൽ കടക്കട്ടെ, അതൊരു തീവ്ര വെളിച്ചമായി തന്നെ കൂടുതൽ പ്രകാശിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി.